ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സർ. കിട്ടിയ നമ്പറിലെല്ലാം ഞാൻ വിളിച്ച് കേണപേക്ഷിച്ചു. എൻ്റെ അമ്മയും അമ്മാവനും അവരെക്കുറിച്ച് 3 ദിവസമായി ഒരറിവുമില്ല. അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. വീടിന്റെ ലൊക്കേഷൻ ഒന്ന് പറയാമോ? പാണ്ടനാട് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് പുറകിലായിട്ടുള്ള ഒറ്റനില വീട്. ഞാൻ റെസ്ക്യൂ ടീമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ. കൺട്രോൾ റൂം D2C1. ചെങ്ങന്നൂർ പാണ്ടനാട് ഏരിയയിലുള്ള റെസ്ക്യൂ ടീം ആരെങ്കിലും ഉണ്ടോ? ഓവർ. പാണ്ടനാട് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടുപുറകിലുള്ള വീട്ടിലൊരു സ്ത്രീയും പുരുഷനും കുടുങ്ങി കിടപ്പുണ്ടോ എന്ന് സംശയം. ഓവർ. ആ ഏരിയയിലേക്ക് ഒരു റെസ്ക്യൂ ടീം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓവർ. ഉണ്ണി, ഇനി വല്ല ഹെലികോപ്റ്ററും കൈ കാണിച്ച് കയറി പോയാ? ഉണ്ണി, ഈ മച്ചാനിത് ഇവിടെ പോയി കിടക്കാണ്. ഇവ ഫോൺ എടുക്കാതെ ഇവിടെ പോയി. KYPML ശ്രീപീഡന കേസിലകത്താക്കി. യവനത് നേരത്തെ കിട്ടേണ്ട പണിയാ. ഒരു കമൻറ്റ് കൊടുത്തേക്കാം. ഇവനെ എനിക്ക് കൊണ്ട് സംശയമുണ്ടായിരുന്നു. എന്താ പണി കിട്ടാൻ ഇത്രയും വൈകിയത്? അവസാനെ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവോ? അവസാനെ എടാ, നമ്മുടെ ജീവൻ പോലും പണയം വെച്ച് നമ്മളെ കൊണ്ടാവുന്ന പോലെ കുറേ പേരെ രക്ഷപ്പെടുത്തിയില്ലേ? അവസാനെ നീ ആ ഒരു സംഭവം മാത്രം ആലോചിച്ചിരിക്കാതെ അത് വിട്ടുകളാ. ആ അമ്മയുടെ കണ്ണുകൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ലടാ. സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ജഡം വെള്ളത്തിലൊലിച്ചു പോകാതെ 3 ദിവസം 3 പകലും രാത്രിയും തള്ളി നീക്കിയ ആ അമ്മ. ഈ കടലും കടപ്പുറമൊക്കെ നമ്മുടെ മുറിവുകൾ വളരെ പെട്ടെന്ന് ഉണക്കുമായിരിക്കും. പക്ഷേ ആ അമ്മയുടെ മനസ്സിനേറ്റ മുറിവ് ആരുണക്കും? പടച്ചോൻ്റെ രൂപത്തിൽ ഒരുപാട് മനുഷ്യർ അവരുടെ കൂടെയുണ്ട് ഇപ്പോൾ. അവരെ സാന്ത്വനിപ്പിക്കാനും ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും വീട് വെച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട്. മുഴുപട്ടിണിയുമായി കഴിയുന്ന കുറേ ആൾക്കാർ നമ്മുടെ കുടിലുമുണ്ട്. മറ്റൊന്നും ചിന്തിക്കാതെ നമ്മളിതിന് ചാടിപ്പുറപ്പെട്ടപ്പോൾ മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കുടുംബം. ഇതുവരെ ഒരു മുഷിപ്പും അവർ ഇതിൻ്റെ പേരിൽ നമ്മളോട് കാണിച്ചിട്ടില്ല. നമുക്ക് നാളെ വഞ്ചി ഇറക്കാം. ശരി മച്ചാ, എന്നാ നമുക്ക് കൂടി പോവാം. ഈ കാലിൻ്റെ വേദന പണിയാവുന്ന തോന്നുന്നു. ആണോ?
എന്നാൽ നീ നാളെ റെസ്റ്റ് എടുത്തോ. അത് വേണ്ട. എടാ, നീ ആ KVP MLA പറ്റിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നോ? ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫ്രാങ്കോ, എന്ത് പറ്റിയടാ? എടാ, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് മാറ്. 2 പാർട്ടിക്കാർ തമ്മിൽ തല്ലുക. പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ജബ്ബാറിനെ കണ്ണനെ അവർ കുത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കിയതാ. ഞങ്ങളെയും വെട്ടി. അയ്യോ, അത് അവരാ. ഓടിക്കോ. ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങൾ ആ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പേർ തീർന്നു, 4 പേർ വെട്ടേറ്റ് ഹോസ്പിറ്റലിലാണ്. അപ്പൊ ബാക്കി 5 ലക്ഷം രൂപ ഇന്ന് തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഈ കലാപം മറ്റിടങ്ങളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യണമെന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, ബട്ട് തുക കുറച്ചു കൂടും. കുറച്ച് കാശിന് വേണ്ടി നീയൊക്കെ ഞങ്ങളെ നാടിനെ നശിപ്പിക്കുമല്ലടാ. ഞങ്ങളെ പോലുള്ളവർ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും സമ്മതിക്കത്തില്ലടാ. സത്യം പറയടാ, എന്താണ് നിങ്ങളുടെ പ്ലാൻ? നിനക്കൊന്നും ഞാനാണെന്ന് അറിയില്ല, എന്റെ ഹോൾഡ് എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ കൂടെ പറപ്പളെ കൊന്ന് കാശ് വാങ്ങിട്ട് നിനക്ക് ഹോൾഡ് കാണിക്കണം. ഇനി പറ, നീയൊക്കെ എങ്ങനെയാ കലാപം ഉണ്ടാക്കിയത്? ഫേസ്ബുക്ക് വഴി. ഫേസ്ബുക്ക് വഴിയോ? ഫേസ്ബുക്ക് വഴിയോ? അതെ, ഫേസ്ബുക്ക് വഴി. 2 ലക്ഷത്തോളം ആൾക്കാർ ഫോളോ ചെയ്യുന്ന 6 ഫേസ്ബുക്ക് പേജുകൾ ഞങ്ങൾക്കുണ്ട്. ഫേസ്ബുക്ക് പേജുകൾ വഴി ആളുകളിലേക്ക് ന്യൂസ് എത്തിക്കുവാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പരസ്യം പോലെ. ഒറ്റയടിക്ക് 2 ലക്ഷം പേരിലേക്കാണ് ഈ ന്യൂസ് എത്തുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെയോ സിനിമാക്കാരുടെയോ ന്യൂസ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അവർ ഞങ്ങളെ സമീപിക്കും. പക്ഷേ ചിലർ മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നതിനും വ്യക്തിവിരോധം തീർക്കുന്നതിനും ഞങ്ങളെ സമീപിക്കാറുണ്ട്. അവർക്ക് വേണ്ടി അവർ ആവശ്യപ്പെടുന്നവർക്കെതിരെ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കി ഞങ്ങൾ ഈ പേജുകളിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ ഈ ഫേക്ക് ന്യൂസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ അത് നിങ്ങളാണ് പോസ്റ്റ് ചെയ്തതെന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? നൂറുകണക്കിന് ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഞങ്ങൾക്കുണ്ട്. IP അഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഫേസ്ബുക്കിൽ നിന്നും നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ആളുകളുടെ പിക്ചർ ഉപയോഗിച്ച് കള്ളപ്പേരിൽ
ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് ഈ ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫേക്ക് ന്യൂസുകൾ ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജുകളിലേക്ക് പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ പോസ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന പാർട്ടികളുടെയോ വ്യക്തികളുടെയോ ചെറിയ രീതിയിൽ വിദ്വേഷമുള്ളവർ പോലും മറ്റൊന്നും ചിന്തിക്കാതെ ഇത്തരം പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയറും ചെയ്യും. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത മറ്റുള്ള ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഈ പോസ്റ്റുകളിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടും, എഗെയിൻസ്റ്റായും കമൻ്റ് ഇടും. ഇത് കണ്ട് പ്രതികരിക്കാൻ വരുന്ന റിയലായിട്ടുള്ള ആളുകളെ തെറി വിളിക്കും. പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വരില്ല, അവർ തന്നെ ഏറ്റെടുത്തോളും. ഈ ന്യൂസ് ഫേക്ക് ആണെന്ന് അറിയുമ്പോൾ ആൾക്കാർ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിനെതിരാകില്ലേ? ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് ആളുകൾ തിരിച്ചറിയുമ്പോഴേക്കും ഫേസ്ബുക്കിൽ കൂടിയുള്ള സംവാദങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തലുകളുമെല്ലാം അവരുടെ മനസ്സിൽ വിദ്വേഷം ആളിക്കത്തിച്ചുണ്ടാവും. ആരൊക്കെയാണ് നിങ്ങൾക്ക് കാശ് തരുന്നത്? ഇലക്ഷൻ വരുമ്പോൾ പാർട്ടിക്കാരും, പുതിയ സിനിമ റിലീസാകുമ്പോൾ സിനിമാക്കാരും, അങ്ങനെ പല റിലീജിയസ് ഗ്രൂപ്പുകൾ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി നീയൊക്കെ എന്താ ചെയ്തേ? KYPയിലെ മാത്തുക്കുട്ടി സാറിന് MLA സീറ്റ് വേണം. പാർട്ടി കണ്ടുവച്ചിരുന്നത് അനന്തനാരായണ സാറിനെയാണ്. അനന്തനാരായണ സാറിനെ താറടിച്ച് കാണിക്കുവാൻ മാത്തുക്കുട്ടി സാർ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾക്ക് ഓഫർ ചെയ്തത് 10 ലക്ഷം രൂപയാണ്. അനന്തനാരായണ സാർ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ആർക്കും സംശയം തോന്നാത്ത ഒരു പിക്ചർ ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പിന്നീട് ഈ പോസ്റ്റിന് ഞങ്ങളുടെ ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വഴി മോശം കമൻറ്റുകൾ ഇട്ടു. ഈ കമൻറ്റുകൾ വായിക്കുന്ന പബ്ലിക്കിന് അനന്തനാരായണ സാറിന് സംശയം തോന്നി തുടങ്ങിയപ്പോഴേക്ക് അതൊരു സ്ത്രീപീഡന കേസായിട്ട് വഴിമാറി. അത് രണ്ട് വിഭാഗങ്ങളും കൂടെ ഏറ്റുപിടിച്ച് അതൊരു കലാപമായി മാറി. നീയൊക്കെ ചെയ്തത് എന്താണെന്ന് നിനക്കൊന്നും മനസ്സിലാകത്തില്ലടാ. ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്ന ഈ നാടിനെ ഇങ്ങനെ ആക്കി കളഞ്ഞോളാം. യുവമാരെ പോലുള്ളവരെ ബാക്കി വെച്ചാ ഇനിയും പാവങ്ങളുടെ രക്തം ഈ മണ്ണിൽ വീഴും. അഫ്സലേ, വിട്, വേണ്ടടാ. നീയും ഞാനും അടങ്ങുന്ന ഈ സമൂഹത്തിനും ഈ തെറ്റിൽ പങ്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ട ഉടനെ തന്നെ ശരിയോ തെറ്റോ എന്ന് പോലും ചിന്തിക്കാതെ ലൈക്ക് അടിക്കുകയും കമന്റ് അടിക്കുകയും ചെയ്യുക. പക്ഷെ യുവമാര് കാരണമല്ലടാ നമ്മുടെ കണ്ണനും ജബ്ബാറും കൊല്ലപ്പെട്ടത്. സത്യമാണ്. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികൾ മനസ്സിലാക്കാത്തതിന്റെ ഫലം. ഒന്ന് നമ്മൾ മറന്നുകൂടാ, നമ്മുടെ നാടിനെ ഒരു മഹാപ്രളയം വന്ന് മൂടിയപ്പോ നമ്മളെ ഒത്തൊരുമിച്ച് നിൽക്കാൻ സഹായിച്ചത് ഈ സോഷ്യൽ മീഡിയയാണ്. അനേകം ജീവൻ രക്ഷിക്കാൻ സഹായമായതും ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പൊ ഇവന്മാരൊക്കെ വെറുതെ ഉണ്ടെന്നാണ് നീ പറയുന്നത്? അല്ല, ഇവരെ നമുക്ക് ഇവിടുത്തെ നിയമത്തിന് വിട്ടുകൊടുക്കാം. നമ്മിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഇന്നിവിടെ. മാത്രമല്ല, നമ്മളെ ഈ നാടിന്റെ സൈനികരെന്ന് വിളിച്ചൊരു മുഖ്യമന്ത്രി. ആ പ്രതീക്ഷകൾ നമ്മൾ തല്ലിക്കെടുത്തരുത്. പക്ഷെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇവന്മാർ രക്ഷപ്പെട്ട. അതിനല്ലേ സോഷ്യൽ മീഡിയ. ഈ കലാപം മറ്റിടങ്ങളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യണമെന്നോ